ഇല്ല, വാങ്ങിയവർക്ക് ഇഞ്ചക്ഷൻ ആവാൻ പാടില്ല. വാങ്ങിയവരെ ഏതെങ്കിലും രീതിയിൽ സംരക്ഷിക്കണം. ഏതെങ്കിലും രീതിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഇത് കൊടുത്തുകൊണ്ട് സംരക്ഷിക്കണമെന്ന് അർത്ഥമില്ല, കൊടുക്കാൻ പാടില്ലെന്നുമില്ല. വാങ്ങിയവരെ സംരക്ഷിക്കുന്നത് അത് ജീവകാരുണ്യപരമാണത്. ആ വിഷയത്തെ നമ്മൾ അഭിസംബോധന ചെയ്യുന്നത് ജീവകാരുണ്യപരമായ മാനുഷികമായ പരിഗണന അവരർഹിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ സിയോ? അതെ. It is to be decided by the board. അതെ ട്രിബ്യൂണലിൽ കിടക്കുകയാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ആർബിട്രേഷൻ ട്രിബ്യൂണലിൽ കിടക്കുന്ന ഒരു സംഗതിയെ അതിന്റെ അവസ്ഥയും കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ബോർഡ് വിശദമായി ചർച്ച ചെയ്യുക. അതേപോലെ മുനമ്പത്തിന്റെ ഇഷ്യൂവിൽ ബോർഡ് നിലപാട് റിവൈസ് ചെയ്യുകയോ ഇംപ്രൂവ് ചെയ്യുകയോ ചെയ്യുമോ? വൺസ് വഖഫ് ഓൾവേസ് വഖഫ്. അതിലെല്ലാം ഉണ്ട്. ഇങ്ങനൊരു സ്റ്റാൻഡ് പറഞ്ഞത് അല്ല, ഭൂമി വാങ്ങിയവർക്ക് മാനുഷിക പരിഗണന നൽകണമെന്ന് ഒക്കെ ബോർഡ് നിലപാട്. അത് വഖഫ് ഭൂമി വാങ്ങിയവർക്ക് മാനുഷികവും ജീവകാരുണ്യപരവും ഒക്കെ ആയിട്ടുള്ള അവരുടെ പരിഗണനകൾ നൽകണം എന്ന് തന്നെയാണ് താല്പര്യമുള്ളത്. പക്ഷെ വഖഫിന്റെ ഭൂമി കൊടുക്കണോ കൊടുക്കണ്ടേ എന്നുള്ളത് വേറെ കാര്യമാണ്. അത് കോടതി തീരുമാനത്തിന് വിധേയമായി ബോർഡ് എടുക്കേണ്ട നയപരമായ തീരുമാനമാണത്. കോടതി കോടതി വിധികൾക്ക് വിധേയമായി ബോർഡ് എടുക്കേണ്ട നയപരമായ തീരുമാനമാണ്. കാരണം ബോർഡ് ചിലപ്പോൾ അതിനെതിരെ അപ്പീൽ പോകാനോ വേറെ വാദിക്കാനൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ ആ പറയുന്ന അർത്ഥമില്ലാന്ന് അതിന്റെ അർത്ഥം. ഉണ്ട്. അതുകൊണ്ടാണ് അത് കഴിയട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഈ പല ചോദ്യങ്ങളൊന്നും വേണമെങ്കിൽ എനിക്ക് ഒഴിഞ്ഞു മാറാമായിരുന്നു കേട്ടോ. പക്ഷെ ചോദ്യം ഒഴിഞ്ഞു മാറി ഒളിച്ചോട്ടല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അഡ്രസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതെ. അല്ല, ഈ പല ചോദ്യങ്ങളൊന്നും എനിക്ക് ആ കോടതി കിടക്കുന്നതാണ് ഇപ്പുറത്താണെന്നൊക്കെ പറഞ്ഞാൽ ഒഴിഞ്ഞു മാറാമായിരുന്നു. പക്ഷെ ഞാനൊരു ഒളിച്ചോട്ടം ശരിയല്ലല്ലോ. അതിന്റെ പേരിൽ ആൻസർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വല്ലാതെ കോൺട്രവേഴ്സി ആക്കണ്ട ഈ ഇലക്ഷൻ സമയത്ത് എന്ന് പറയാം. പിന്നെ ചെയർമാന് ഈ കാര്യത്തിലൊന്നും ഒരു ധാരണ ഇല്ലാത്ത ആളാന്ന് വരാനും പാടില്ലല്ലോ. അത് സത്വരമായ ഒരു അധികാരത്തിലെടുക്കണം. ഈ വഖഫ് ബോർഡിലുള്ള കേസുകളെ പല സങ്കീർണതകളും നിൽക്കുന്ന കേസുകളാണ്. നമ്മൾ വിചാരിച്ച പോലെ ഒരു ഡേറ്റ് ഇട്ടിട്ട് അവസാനിപ്പിക്കാവുന്ന പല സംഗതികളും പലതും അനുരഞ്ജനത്തിലൂടെ അവസാനിപ്പിക്കേണ്ട കേസുകളാണ്. നമ്മൾ അതിന് അനുരഞ്ജനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമീപനം ഈ കാര്യത്തിലെടുക്കും. കാരണം പലതും നിയമപരമായ ഒരു പരിഹാരം അതിന് പോയി കഴിഞ്ഞാൽ ആ നാട്ടിൽ അത് പ്രശ്നങ്ങൾ വീണ്ടും നിലനിൽക്കും. അപ്പോൾ ഈ രണ്ട് കക്ഷികളും ബോധ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സമീപനം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അനുരഞ്ജനത്തിലായിരിക്കും ഫോക്കസ് ഉണ്ടാവുക. ഈ മഹല്ല് കമ്മിറ്റികളൊക്കെ ചെറിയ ഈഗോ ക്ലാഷും മറ്റൊക്കെ ഉള്ള തർക്കത്തിലൊക്കെ പ്രശ്നങ്ങൾ നിൽക്കുന്ന പല മഹല്ല് കമ്മിറ്റികളിലൊക്കെ ഉണ്ടായേക്കാം. അതൊക്കെ ഒരു what is the BDS mean? What do you mean with BDS? Okay. അതെ. ദേശീയപാത തലക്കെട്ടുമായി ബന്ധപ്പെട്ട് ഒരുപാട് പള്ളികളുടെ പൈസ വഖഫ് ബോർഡിന്റെ കയ്യിലാണ് എന്നും പള്ളികൾ തന്നെ പറഞ്ഞത് ഞങ്ങളുടെ ആവശ്യമില്ല പൈസ കിട്ടാനായി പ്രയാസപ്പെടുന്നു. എത്ര രൂപ അങ്ങനെ വഖഫ് ബോർഡിന്റെ കയ്യിലുണ്ടെന്നും എത്ര പള്ളികളുടെ അത് അന്വേഷിച്ച റിപ്പോർട്ട് പറയാം. അന്വേഷിക്കേണ്ട കാര്യം. അതെ. എന്തായിരുന്നാലും ആസ് എ ന്യൂ കമർ ഞാൻ അതിന് ഉത്തരം പറയാൻ അർഹനല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു മാറ്റിയത്. അതെ, എനിക്കൊന്ന് പരിചയപ്പെടണം. മീഡിയമാണ്. ഓക്കെ. മാധ്യമത്തില് എന്ത് പേര്? റിപ്പോർട്ട്. ഏതാണ്? മലയാളം അല്ലേ? ബാക്കിക്കാരനല്ലേ? ഓക്കെ. എന്നാ നോക്കാം സാർ. ഇല്ലേ? താങ്ക്സ്.
എല്ലാവിധ സപ്പോർട്ടും പരിഷ്കരണത്തിനും തുടർന്നുള്ള പ്രശ്നങ്ങളുടെ നിവാരണത്തിനൊക്കെ മാധ്യമ ഭാഗങ്ങളിൽ നിന്ന് എല്ലാവിധ സപ്പോർട്ടും പിന്തുണയും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.